പാല് കൊണ്ട് കൊടുത്തു. ഒറ്റയ്ക്ക് സംസാരിക്കുന്ന ഹലോ, എന്താ ഇവിടെ നിന്ന് ഒറ്റയ്ക്ക് സംസാരിക്കുന്നത്? നമസ്കാരം. നമസ്കാരം. മനോജ്. ആയിക്കോട്ടെ. എന്താ ഇവിടെ? അല്ല, ഒന്നുമില്ല. അല്ല, എന്താ ഫ്ലോറിൽ എന്താ കാര്യം? സംഭവം എന്ന് പറഞ്ഞാൽ ഇന്ന് എന്റെ കല്യാണമായിരുന്നേ. ആ, അപ്പൊ കല്യാണം രാവിലെ ആയിരുന്നു. കല്യാണം കഴിഞ്ഞു. രാത്രിയായില്ലേ? ഹാപ്പി മാരീഡ് ലൈഫ്. അതൊക്കെ ശരി. പക്ഷെ ഇനി ആദ്യ രാത്രിയാണ്. ടെൻഷൻ ഉണ്ടോ? കുറച്ച് നേരം കൂടെ കഴിയുമ്പോ പെൺകുട്ടി റൂമിലേക്ക് വരും. സംസാരിക്കണം. ഒരു ടെൻഷൻ. ഇതിനൊക്കെ എന്തിനാ പേടിക്കുന്നത്? ടെൻഷൻ. ഈ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അധികം ഈ സ്ത്രീകളോടൊന്നും ഇങ്ങനെ സംസാരിച്ചിട്ടൊന്നുമില്ല. അതുകൊണ്ടാ. ചേട്ടാ ഇതൊന്നും പേടിക്കണ്ട. ഇതൊക്കെ വളരെ ഈസിയാണ്. ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നത്. അപ്പൊ ഈ എന്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞുതരാം. മനോജ് ആദ്യം വരിക, കയ്യിൽ ഒരു ഗ്ലാസ് പാല്. ടെൻഷനെ കംപ്ലീറ്റ്, അതായത് ഫീൽ ഫ്രീ. ഇതൊക്കെ ഒരു 10-15 പ്രാവശ്യം ചെയ്ത് കാലിന്റെ ഒരു പാലെടുക്കുമ്പോ ഓക്കെ, പാലും കൊണ്ട് വരിക. റൂമിന്റെ വാതിൽ തുറക്കുക. അപ്പം വൈഫ് തിരിഞ്ഞിരിപ്പുണ്ടാവും. പിന്നെ പതുക്കെ അങ്ങോട്ട് കേറുക, പാല് കുടിക്കാൻ കൊടുക്കുക. പിന്നെ അവിടെ ഒന്നുമില്ല. ഞാനാണോ പാല് കൊണ്ടുപോകേണ്ടത്? അല്ല സോറി, പെൺകുട്ടി പാലും കൊണ്ടുവരും. ആരോട് ഉപദേശിച്ചൊക്കെ കേൾക്കണം. നിങ്ങക്ക് അങ്ങനെ പേടി തോന്നാൻ കാര്യം എന്താണ്? പെൺകുട്ടികളെ അങ്ങനെ പേടിക്കാൻ കാര്യം എന്താ? ചെറുപ്പത്തിലെ ഞാൻ അങ്ങനെ പെൺകുട്ടികളുമായിട്ടൊന്നും അങ്ങനെ സഹകരിച്ചിട്ടും സംസാരിച്ചിട്ടൊന്നുമില്ല. അപ്പൊ വീട്ടുകാരെല്ലാം കൂടി പ്ലാൻ ചെയ്താണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത്. ഇവിടെ ഇപ്പോ ഞങ്ങൾക്ക് ആർക്കും സഹായിക്കാൻ പറ്റില്ല. അയ്യോ, ഒരാൾക്ക് മാത്രം ഞങ്ങളെ സഹായിക്കാൻ പറ്റും. ഓക്കെ, അപ്പം എലീന ഒന്നും ഇങ്ങോട്ട് ഒരു കുട്ടി. അല്ല എലീന, വേറെ ഒന്നുമല്ല, പുള്ളിക്കാരനൊരു ചെറിയൊരു ഭയമുണ്ട്. ഇന്ന് കല്യാണം പുള്ളിയുടെ രാവിലെ കഴിഞ്ഞു, ഇന്ന് ആദ്യരാത്രിയാണ്. ഹാപ്പി മാരീഡ് ലൈഫ്. പെൺകുട്ടികളോട് അത്ര വലിയ ഒരു ഇതൊന്നുമില്ല. അപ്പൊ ആ ഒരു ഭയം ഒന്ന് മാറ്റി കൊടുക്കണം, അത്രേ ഉള്ളൂ. അതിപ്പോ എങ്ങനെയാ നമുക്ക് ചെയ്യാൻ പറ്റാ? അല്ല, എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ഒന്ന് റിലാക്സ് ആക്കി കൊടുത്താൽ മതി. ബ്രോ, ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? ഭയങ്കര പീസ്ഫുൾ ആവുക. ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അതിനെക്കാട്ടിലും ടെൻഷൻ ആയിരിക്കാൻ ചിലപ്പോ വരുന്ന പെൺകുട്ടിക്കും. നിങ്ങൾ ഫ്രീ ആയി കഴിഞ്ഞാൽ നമ്മളും ഫ്രീ ആവും. മനസ്സിലായില്ലേ? ഒരു ഗിവ് ആൻഡ് ടേക്ക് ആയിരിക്കും. അങ്ങനത്തെ രീതിയിൽ നിന്ന് ഒരു പ്രശ്നം ഉണ്ടാവും. കറക്റ്റ് ആളെടുത്ത് തന്നെ വന്നു. നമ്മുടെ ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് നിങ്ങൾ ഭയങ്കര അടിപൊളിയായിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര പറഞ്ഞു മനസ്സിലാക്കാനൊക്കെ എല്ലാവർക്കും പറ്റും. അത് എക്സാമ്പിൾ ആയിട്ട് കാണിച്ചു കൊടുക്കുക, അതായിരിക്കും നല്ലത്. അല്ല, എനിക്ക് മനസ്സിലായില്ല എന്താ ചെയ്ത് കൊടുക്കുക നമുക്ക്. അല്ല, പാലും കൊണ്ടുവരുന്ന കാര്യം ഒന്ന് ക്രിയേറ്റ് ചെയ്യാം. അല്ല, അത്രയും വേണ്ട, ഫുള്ള് വേണ്ട, കുറച്ച് മതി. അല്ല, അങ്ങനെ എന്തായാലും ഞാൻ ചെയ്ത് മോശമാവില്ലേ? അഭിനയിച്ചോട്. ആണോ? ഒരു ചെറുപ്പക്കാരന്റെ ടെൻഷൻ മാറ്റാനല്ലേ ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങൾ നമ്മൾ തീർന്നിക്കും. പിന്നെയാണോ ഇത്? ആ കേസ് അറിയാം. ഞാൻ ഒരു കാര്യം, എന്തായാലും നാണക്കാരിയല്ലേ, അപ്പൊ എന്തായാലും ഇങ്ങനെയൊന്നും ആയിരിക്കില്ലല്ലോ വരാം. ഭയങ്കര ഓക്കെ, ശരി, വാ. മനോജെ, പാല്. പാല് സോഫ്റ്റ്. കൂച്ചോ, പാല് കൂച്ചോ. അയ്യോ, മുഴുവൻ കുടിക്കില്ല, പകുതി കൂടി. നീ സോഫ്റ്റ് ആയിട്ട് വാങ്ങിയിരു. നീ നാണിക്കില്ല, നീ ആണുങ്ങളെ പോലെ നിൽക്കണം, ബോൾഡായിട്ട്. എന്റെ പേരെന്താ? എന്റെ പേരാണ് അത്. റിഹേഴ്സലാണിത്. ഭാര്യയുടെ പേരെന്താ? മാളു. മാളു, ഉറപ്പാണോ? അപ്പൊ ഒന്നെങ്കിൽ മാളു എന്ന് വിളിക്കുക, അല്ലെങ്കിൽ ബേബി. ബേബി ചേരൂല. മാളൂട്ടിന്നോ മോളൂട്ടിന്നോ ആയാലും കുഴപ്പമില്ല. മോളൂട്ടി നല്ല മോളൂട്ടി, ചില സ്നേഹം വന്നോട്ടെ. മോളൂട്ടി എന്തേലും പറ, അല്ലെങ്കിൽ ഗ്യാപ്പ് വരുന്നത്. ഇത്രയും ഗ്യാപ്പ് ഇടരുത്. അതായത് ഒന്നെങ്കിൽ മോളൂട്ടി ടയേർഡായോ അങ്ങനെ ചോദിക്കാം, അല്ലെങ്കിൽ റൂമിന്റെ ഡോറ് ലോക്ക് ചെയ്തോ എന്തെങ്കിലും ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യണം. എന്തെങ്കിലും സംസാരിച്ചോ? റെഡി. വിളിക്കണേ, ഒന്നുകൂടെ വിളിക്കും. മാളൂട്ടി, ലൈറ്റ് അണയ്ക്കട്ടെ. ലൈറ്റ് അണയ്ക്കട്ടെ എന്നുള്ളതൊരു ധൃതിയായി പോയോ?
അത് വേണ്ട. അതൊരു മണിക്കൂട്ടൻ ഇന്ന് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള ചോദിച്ചാലോ? ഇപ്പൊ മനസ്സിലായില്ലേ എനിക്ക് അത്ര പ്രാക്ടീസ് ഇല്ലെന്ന്. എന്താ വിശേഷം ഒന്ന് അല്ലേ? കല്യാണം കഴിഞ്ഞ ആളോട് എന്താ വിശേഷം? എനിക്ക് താൻ 10ാം ക്ലാസ്സിലെ മാർക്ക് കൂടെ ചോദിക്കണം. എന്താ വിശേഷം? മാളു അവള് രാവിലെ തൊട്ട് നടന്ന് ഫോട്ടോയ്ക്കൊക്കെ പോസ്റ്റ് ചെയ്ത് ക്ഷീണിച്ചിരിക്കുകയാണ്. അപ്പൊ ആ കാലൊക്കെ ഒന്ന് തടവി തരട്ടെ എന്ന് ചോദിക്കും. എന്തായിരുന്നു ചോദിച്ചെന്ന് പറഞ്ഞു നോക്കട്ടെ. അത് കൊള്ളാം. സമയം കളയരുത്, ഞങ്ങൾക്ക് വേഗം, തീർത്തിട്ട് വേഗം, പോകാനുള്ളതാണ്. രാവിലെ നടന്ന് തളർന്നല്ലേ കാല് കഴുകി തരണം. ഇവനെ കൊണ്ട് ഒന്നിനും യേശു ക്രിസ്തു കൊടുക്കേ. ലാസ്റ്റ് ചാൻസ്, ഇനി ലാഗ് അടിച്ചാൽ നിന്നെ ഇറക്കി വിടും കേട്ടോ. ഒരു മിനിറ്റ് ഇവിടെ നിൽക്ക്. ഞാനാന്ന് വിചാരിക്കാം. വാ. അങ്ങനെ ആവരുത്, പിടിക്കും. അപ്പോഴേ അവനങ്ങ് ചാഞ്ഞല്ലോ. ചാഞ്ഞം വരുമെന്ന് പറഞ്ഞു ഓടി. നല്ല രസമുണ്ടായിരുന്നു നിന്നെ കാണാൻ. വിജയം ചായ ചായല്ലേ ഇത്, കോൺസെൻട്രേറ്റ് ചെയ്യ. പാല് കൊണ്ടുവന്നു, സോഫ്റ്റ് ആയിട്ട് വാങ്ങണം. റെഡി. എന്താ ഇത്? പാല് തന്നില്ല. ആണോ ചേട്ടാ? വേണ്ടേ? അതില്ല, കുഴപ്പമില്ല, പറ. അങ്ങനെ വേണ്ടേ? പറഞ്ഞോ. ഇന്ന് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അതിന് പിടി എന്തിനാ മുറുക്കുന്നേ? ഈ പിടി എന്തിനാ മുറുക്കുന്നേന്ന്? ഇത് വർക്കൗട്ട് ആവില്ല. നിങ്ങൾ പൊയ്ക്കോ, നിങ്ങളെ കൊണ്ട് ഒന്നും വർക്കൗട്ട് ആവില്ല. പറ്റത്തില്ല. ഒരു കാര്യം ചെയ്യുന്നു, പോയി കിടന്ന് ഉറങ്ങിക്കോ. അതിനെ നടക്കുള്ളൂ അല്ലേ? അപ്പൊ ശരി, എന്നാ വിട്ടോ, കാണാം. അല്ല, വീട്ടില് പെൺകുട്ടിയെ ഭയങ്കര പേടിയാ. ഇത് പേടിയില്ല ഇതിനെ. അല്ല, വീട്ടിലെ കുട്ടിയില്ലേ, അതിനെ കാണുമ്പോ ഒരു പേടിയും വിറയലും ഒക്കെ ഉണ്ട്. ഇത് കുഴപ്പമില്ല. കൊണ്ടുപോക്കോ. പാരീസിലും അമേരിക്കയിലും എവിടെ വെച്ചാ കൊണ്ടുപോകും. വേണ്ട വേണ്ട, പോ.